സോ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവസാനം ഉള്ളത് ഈ ഡ്രയറാണ്. ഡ്രയർ ഫംഗ്ഷൻ ആണ്. പുതിയതായി വീടുകൾ ഉണ്ടാക്കുന്നവർക്കും ഇപ്പോഴുള്ള വീടുകൾ പുതുക്കി പണിയുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതും അവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു പ്രൊഡക്റ്റാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജോയ്ജൂസ് ഹോം വീഡിയോസ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ അമറിൻ്റെ വീട്ടിലാണ്. ഈ അമറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അമറിൻ്റെ വീട്ടിൽ എൻ്റെ അറിവിൽ ഒരു മലയാളികളുടെയും വീട്ടിലില്ലാത്തൊരു സാധനമുണ്ട്. അതെന്താണെന്ന് നോക്കിയാലോ? അമർ ഈയിടെ പുതുക്കി പണിത് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടോയ്ലറ്റാണ് ഇന്നത്തെ ഹീറോ. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ടോയ്ലറ്റുകൾക്ക് യൂറോപ്യൻ ക്ലോസറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ കക്ഷി ഒരു പുലിയാണെന്ന് മനസ്സിലായി. ഇതിലുള്ള എല്ലാ ഫംഗ്ഷനുകളും ഒന്ന് വിശദീകരിക്കാമോ? സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ലൈറ്റ് എല്ലാം ഓണോ. നമ്മള് മിക്കവാറും ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് ഇപ്പം വിന്റർ അല്ലാത്തതുകൊണ്ട് ടെമ്പറേച്ചർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ടെമ്പറേച്ചർ വേണമെങ്കിൽ നമുക്ക് സീറ്റ് ടെമ്പറേച്ചർ സീറ്റിന്റെ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോ, മീഡിയം, ഹൈ 3 ടെമ്പറേച്ചർ ഏത് ഇതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. സീറ്റിന്റെ വേണ്ടെങ്കിൽ വേണ്ട. വാട്ടർ, ഇതിന്റെ വാട്ടർ അതേപോലെ തന്നെ സെയിം വാട്ടർ ടെമ്പറേച്ചർ ലോ, മീഡിയം, ഹൈ. പിന്നെ ഇതിന്റെ ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവസാനം എല്ലാം കഴിഞ്ഞ് ഡ്രൈ ചെയ്യുന്നത് എയർ ടെമ്പറേച്ചർ. അതും ഇതേപോലെ തന്നെ നമുക്ക് ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പൊ ടെമ്പറേച്ചർ ഈ 3 സംഭവങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിന്റെ ടെമ്പറേച്ചർ. പിന്നെ ഇവിടെ വാൻ ക്ലീനിങ് നോക്കിയോ. വാൻഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുന്നതുണ്ട്. ഇതിന് വാൻഡ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഇടയ്ക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ അത് പ്രസ് ചെയ്യുന്നു. അതാണ് സംഭവം. അല്ല, നമ്മള് ഇത് ഓൺ ഓഫ് ബട്ടൺ ക്ലീനിങ്. പിന്നെ ഇവിടെ ഉണ്ട് എനർജി സേവർ. അത് ഓൾറെഡി ഓൺ ആണ്. നമുക്ക് ഇവിടുന്നിട്ട് തുടങ്ങാം. ഇത് റിയർ ക്ലീനിങ്. ഓക്കെ, റിയൽ ക്ലീനിങ് ഓസിലേഷൻ ഓൺ ഓഫ്. ഓക്കെ, നൗ ഞാൻ അത് റിയർ പ്രസ് ചെയ്യാൻ പോവാണ്. ഇല്ല, വെള്ളം പുറത്തേക്ക് വരുന്നേക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ മേലെ ഇരിക്കണം, എന്നാലേ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ. സോ ഞാനിപ്പോ ഒരു കാര്യം, ഞാനത് കൈ കൊണ്ട് പിടിക്കാം. ഇതിപ്പോ യൂസ് ചെയ്യാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പിടിക്കാം. അതുകൊണ്ട് ഞാനിത് പ്രസ് ചെയ്യും. ഞാനിങ്ങനെ പ്രസ് ചെയ്ത് തൽക്കാലം. ഇനിയിപ്പോ വെള്ളം തെറിക്കും. കാരണം ഇതുണ്ടോ സൗണ്ട് കേട്ടോ, അത് ആക്ടിവേറ്റ് ആയി. എന്റെ സെൻസർ വർക്കായി. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒരു പ്രീ മിസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. പ്രീ മിസ്റ്റ് അതെങ്ങനെ ഓട്ടോമാറ്റിക് ആണോ? അതെ, ഇപ്പൊ നോക്കിയോ. ഇനി ഇത് നമ്മള് ഇരുന്നെന്ന് വിചാരിക്കാം. ഒരു പ്രീ മിസ്റ്റ് ജസ്റ്റ് ഒന്ന് ബോൾ മൊത്തം വെറ്റാക്കാൻ വേണ്ടി. അപ്പൊ ക്ലീനിങ്ങിൽ ഈസി ആവുമല്ലോ. ഡ്രൈ ആയിരിക്കുന്ന ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വെറ്റാക്കി. അത് ഇരിക്കുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ചെയ്യുന്ന ജസ്റ്റ് ടോയ്ലറ്റ് ഇരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ട് ഫ്ലഷ് ചെയ്തിടും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മളെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കാം. കഴിഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷൻ ഇതാണ് റിയർ. ഇത് ക്ലീനിങ് ചെയ്യേണ്ടതാണ് കേട്ടോ. ക്ലീനിങ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ റിയർ പ്രസ് ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾ പ്രസ് ചെയ്തു. സ്പ്രേ ചെയ്തു. ഇത് റിയർ. ഓക്കെ, കാരണം അതിന്റെ ഏറ്റവും റിയർ ഹോളാണ് ഓപ്പൺ ആയിട്ട് സ്പ്രേ ചെയ്യുന്നത്. നമ്മളിപ്പോ അതിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നോക്കിയോ, ഓസിലേഷൻ. 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്ര തന്നെ. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു,
ഉള്ളിലേക്ക് പോയി. ഇനി ഇതിന്റെ ടൈം നമ്മൾ തീരുമാനിക്കുന്നതല്ലേ? തീരുമാനിക്കുന്ന പോലെ നമുക്ക് എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇതിന്റെ തന്നെ വേറൊരു ഇവിടെ കാണുന്നില്ല, പ്രഷർ ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രഷർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്കിപ്പോ പ്രഷർ കൂടുതൽ വേണമെങ്കിൽ ഇതിപ്പോ ഞാൻ ഏറ്റവും ലോയിലായിട്ടിരിക്കുന്നത് അടുത്തിറങ്ങിയാതിരിക്കാൻ വേണ്ടി നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ റിയറിന്റെ തന്നെ നമ്മളിപ്പോ റിയർ വെച്ചു. ഓക്കെ, റിയർ വന്നു. നമുക്കിപ്പോ ഇതിന്റെ ഇത് കണ്ടോ പൊസിഷൻ, ഇതില് 1, 2, 3, 5 പൊസിഷനിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് ഈ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം, ഓസിലേറ്റ് വേണോ വേണ്ടോ കൂടെ നോക്കാം. അടുത്ത സോഫ്റ്റ് റിയർ, ഇത് അതിന്റെ മിഡിലത്തെ ഹോളായിരിക്കും ആക്ടിവേറ്റ് ആകാൻ നോക്കിയോ. മിഡിലത്തെ ഹോളില് ആണത്. സെയിം ഫംഗ്ഷൻ ഉണ്ട് എല്ലാത്തിനും. ഇവിടെ ഇത് വേണമെങ്കിൽ ഓസിലേറ്റ് ചെയ്യിപ്പിക്കാം, അതേപോലെ തന്നെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, ഇത് സെന്റർ കുറച്ച് പിന്നെ മാത്രമല്ല കുറച്ച് സോഫ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തത് ഇത് ഫ്രണ്ട് പൊസിഷൻ ആണ്. ഇത് നോക്കിയോ, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലത്തെ ഹോളിലാണ് വരുന്നത്. കണ്ടോ, 2 പ്രാവശ്യം പ്രസ് ചെയ്തുകൊണ്ടാണ് അത് ഓസിലേറ്റ് എല്ലാത്തിനും ഉണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ 3 പൊസിഷൻ കൊടുക്കുന്നത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ചിലവർക്ക് ഇതായിരിക്കും ഫ്രണ്ട് പൊസിഷൻ ആയിരിക്കും ഓക്കെ, ചിലവർക്ക് സെന്റർ ആയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ ഓസിലേഷൻ ഫംഗ്ഷനും പ്ലസ് പൊസിഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും അത്യാവശ്യം യൂസ് ചെയ്യാം. എല്ലാത്തിനും സബ് ഓപ്ഷൻ ഉള്ളത് കാരണം എല്ലാം ഓക്കെ ആയിരിക്കും. പ്രോഗ്രാം ഉണ്ടോ? ഇല്ല, പ്രോഗ്രാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും നമുക്ക് പ്രഷർ എത്ര വേണം, ഏത് പൊസിഷൻ. ഈ പൊസിഷൻ നമുക്ക് മാറ്റിയിട്ട് ഈ 5 പൊസിഷൻ നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ളവർക്ക് ഏതാണ്ട് പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ അവസാനം ഉള്ളത് ഈ ഡ്രയർ ആണ്. ഡ്രയർ ഫംഗ്ഷൻ ആണ്. ഹോട്ട് എയർ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിലുള്ള ഹോട്ട് എയർ. സോ ഞാനിതിപ്പോ പ്രസ് ചെയ്യാൻ പോവാ. പ്രസ് ചെയ്യുമ്പോ കണ്ടോ, ഇതാ ഈ ഇവിടെ ഈ ലിഡ് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിപ്പം ഡ്രയർ ലോയിലായിട്ടിരിക്കുന്നത്, ഹൈയിലിട്ടിരിക്കുന്നതോ മനസ്സിലാകുന്നുണ്ട് ചൂട്. ചൂട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് മുകളിലോട്ട് വരുന്നില്ല. ഇല്ല, ഏതാണ്ട് ഈ ഇതേ ലെവലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് വരും. കാരണം നമ്മൾ കുറച്ച് താഴേക്കായിരിക്കുമല്ലോ പോവുക. അതാണ് ആ ഫംഗ്ഷൻ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഡിയോഡറൈസ് ഓഫ് ഉണ്ട്. ബോഡിക്കല്ലോ, അല്ല ഇതിന്റെ ഉള്ളിൽ ഇത്രയും സംഭവങ്ങളാണ്. പക്ഷെ ഇത്രയും ബട്ടൺസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. പക്ഷെങ്കില് സംഭവം വളരെ സിമ്പിളാണ്. ഇതിപ്പം നമുക്ക് സൈഡ് കൺട്രോൾ ഫംഗ്ഷൻ ആണിത്, അല്ലെങ്കിൽ റിമോട്ടുള്ള. അല്ല, റിമോട്ട് നമ്മൾ കൈ പിടിക്കുകയോ സൈഡ് കൺട്രോൾ. ജപ്പാനിൽ നിർമ്മിച്ച ടോട്ടോ എന്ന പേരുള്ള ടോയ്ലറ്റാണിത്. ഈ മോഡലിന്റെ പേര് ടോട്ടോ വാഷ്ലെറ്റ് എന്നാണ്. ഈ ബ്രാൻഡിനെ പറ്റിയും ഇതുപോലുള്ള ടോയ്ലറ്റുകളെ പറ്റിയും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻസ് മാക്സിമം ഉള്ള ഈ ഒരു മോഡലാണോ? ഇതിനകത്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യാനുള്ളത് ഓട്ടോ ഫ്ലഷിംഗ് ആണ്. ഓട്ടോ ഫ്ലഷിങ്ങിന് ഒരു അറ്റാച്ച്മെന്റ് കൂടി ഉണ്ട്. ഞാൻ എടുത്തില്ല കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ഫ്ലഷ് ചെയ്ത് പോയിക്കോട്ടെ വിചാരിച്ചു. കാരണം ഓട്ടോ ഫ്ലഷിങ് എനി ടൈം എന്തെങ്കിലും അതുകൊണ്ട് സംഭവിക്കാൻ ചാൻസ് ഇതിലുള്ള ഫംഗ്ഷനുകളെല്ലാം നാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ ആയാലോ? ഓക്കെ, നമ്മൾ വരുന്നു. ഓൾറെഡി ഓണാണ്. ലിഡ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ പിന്നെ ഇരിക്കുന്നതിന് പകരം ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുകയാണ്. ആക്ടിവേറ്റ് ആയുള്ളൂ. സോ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ പ്രീ മിസ്റ്റ് നടക്കുന്നു.
ഓക്കെ, കണ്ടില്ലേ പ്രീ മിസ്റ്റ് കഴിഞ്ഞു. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സിൽ അത് മിസ്റ്റ് ചുറ്റുന്നു, അടിക്കുന്നു, വെറ്റ് ആവുന്നു. നമ്മൾ സംഭവങ്ങളെല്ലാം കഴിയുന്നു. നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സീറ്റിന്റെ ടെമ്പറേച്ചർ, വാട്ടറിന്റെ ടെമ്പറേച്ചർ, ഡ്രയറിന്റെ ടെമ്പറേച്ചർ, എയർ ടെമ്പറേച്ചർ. നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യേണ്ട കാര്യം. അപ്പൊ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ പ്രഷർ വളരെ ലോയിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് ഫ്ലഷ് ചെയ്യുന്നുള്ള കാരണം റിയറിൽ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. റിയർ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇതിന് വാൻഡ് എന്നാണ് പറയുന്നത്. വാൻഡ് ഫ്രണ്ടിലേക്ക് വരുന്നു. അപ്പൊ റിയറിലുള്ള ഹോളിൽ നിന്ന് ഫ്ലഷ് ചെയ്യുന്നു. നമുക്കത് ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ ഇതിൽ നമുക്ക് പൊസിഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പൊസിഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു 5 പൊസിഷനിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ സെന്ററിലേക്ക് ഇടുകയാണ്. നമ്മൾ ഓഫ് ചെയ്തു. ഇനി നമുക്ക് സോഫ്റ്റ് റിയർ പൊസിഷൻ വേണമെങ്കിൽ, അതായത് ഇതിന്റെ സെന്റർ പൊസിഷൻ സെന്റർ ഹോളിൽ നിന്ന് ഇതേപോലെ സ്പ്രേ ചെയ്യുന്നു. അതിലും സെയിം ഓപ്ഷൻ ആണ്. നമുക്ക് ഓസിലേറ്റ് ചെയ്യാം, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നു സെയിം ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് കഴിയുന്നു. അത് കഴിഞ്ഞ ഉടനെ നമ്മൾക്ക് ഡ്രയർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി ഹൈയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഡ്രൈ ആവുന്നു. ഡ്രൈ ആയി ഉടനെ നമ്മൾ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിയോഡറൈസ് ഫംഗ്ഷൻ ഓൺ ആയി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആണ് ഇപ്പോൾ. അതെന്താ സംഭവിക്കുക? അത് ശരിക്കും പറഞ്ഞാൽ എയർ ഒന്ന് റീസർക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഫ്ലഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതിന് ടൊർണാഡോ ഫ്ലഷ് എന്നാ പറയാ. ഇതുണ്ട് അടിയിലൊരു ഹോള് കണ്ടോ? അത് മേലേക്കൂടെയും ഈ പിന്നെ സർഫേസിലേക്ക് കൂടെയും വരും, അല്ലാതെ തന്നെ അടിയിലേക്ക് കൂടി ഒരു മോഷൻ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ ഇതിലേക്ക് വരും, വെള്ളം പോകുന്നുണ്ട്. പിന്നെ മാത്രല്ല ഇത് ഇങ്ങനെയുള്ള ഫ്ലഷ് കാരണം വാട്ടർ എഫിഷ്യന്റ് ആണ്. 3.4 ലിറ്റർ. അത് വളരെ കുറവാണ്. അതെ, എല്ലാം കുഷനാണല്ലോ. അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നേരെ സോഫ്റ്റ് ഇതാണ്, സെറ്റിംഗ് ആണ്. ഇനി ഈ സ്പെഷ്യൽ ടോയ്ലറ്റിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അമറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലായിടത്തും ഉള്ളത് ഈ സീറ്റ് മാത്രമുള്ളതായിരിക്കും, അല്ലെങ്കിൽ സ്പ്രേ മാത്രമുള്ളതായിരിക്കും. പക്ഷെ എന്താ എല്ലായിടത്തും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്പ്രേ ഡിപ്പെൻസ് നമ്മുടെ സൈസ്. നമ്മൾ മറ്റേ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ സ്പ്രേ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ വേരിയേഷൻ ആണ്. ഇത് ഇത്രയ്ക്ക് വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് ഏത് സൈസ് ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഇത് കൃത്യമായിട്ട് ഇത് തന്നെ സെലക്ട് ചെയ്യാൻ. ഇത് ജപ്പാനിലെ ഇത് പോപ്പുലർ ആണ്. നമ്മള് കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. അതെ, ഇവിടെ ഇപ്പൊ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു എനിക്ക് തോന്നുന്നു വിത്തിൻ 5 yearsനുള്ളിൽ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ തന്നെ ഇത് മിക്കവാറും ടോയ്ലറ്റ് ആയിരിക്കും. നല്ല കൺവീനിയന്റ് ആണ്. നമ്മള് കുറെ ഓട്ടോമേഷൻ ഉണ്ട്, നല്ല ടെക്നോളജി. അത്യാവശ്യം നോക്കുന്നവരെല്ലാം വാങ്ങുമായിരിക്കും ഇങ്ങനത്തെ. എസ്പെഷ്യലി നമ്മളിപ്പോ വിന്ററില് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇരിക്കുന്ന പ്രശ്നമാണ്, തണുപ്പ്. ഇരിക്കുന്ന പ്രശ്നമാണ്, വാഷിംഗ് പ്രശ്നമാണ്. രണ്ടും അതെ, രണ്ടും പ്രശ്നമാണ്. ഈ രണ്ട് ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഒരു ടോയ്ലറ്റിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്തി പോയത്. പക്ഷെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഓരോ ഓപ്ഷൻ കണ്ട് എക്സ്ട്രാ ഓപ്ഷൻ, പിന്നെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തല്ലോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഈ ഫുൾ ഓപ്ഷൻ ഉള്ള ഒരു സാധനം തോന്നിയത്. അങ്ങനെയാണ് ഈ സാധനം ഞാൻ വാങ്ങിക്കാൻ കാരണം. ഇതിന് ഏകദേശം എത്ര $, ചെലവായിട്ടുണ്ടാവും? ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വില $2,650 ആണ്. ഓസ്ട്രേലിയൻ ഡോളർ. നമ്മുടെ ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കിയാൽ
ഒരു ടൈംസ് മൾട്ടിപ്ലൈ ബൈ 55. ഓക്കെ 1 ലക്ഷത്തിന് മുകളിൽ ജസ്റ്റ് റഫായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 1.25 ലക്ഷം രൂപയോളം. നമ്മുടെ നാട്ടിൽ 1.25 ലക്ഷം രൂപയുടെ ടോയ്ലറ്റുകളുണ്ട്, പക്ഷേ ഇതിന്റെ പകുതി ഫംഗ്ഷൻസ് ഉണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ വീട് പണിത സമയത്ത് 1 ലക്ഷം രൂപയൊക്കെ വിലയുള്ള ടോയ്ലറ്റുകളുണ്ട്, പക്ഷെ ഒന്നുമില്ല, ഈ സാധനം ഒന്നുമില്ല. ജപ്പാനീസ് മാനുഫാക്ചർ തന്നെയാണ്. ഓക്കെ ഓക്കെ. ടോട്ടൽ ജാപ്പനീസ് ആണ്. ഇപ്പൊ ഈ ടോയ്ലറ്റ് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തതല്ലേ? അപ്പം ആ സമയത്ത് എല്ലാം മാറ്റി പുതിയ ഫുൾ ഫ്രഷ് ആക്കി പുതിയ സാധനം ഇൻസ്റ്റാൾ ചെയ്ത്. ഇൻസ്റ്റലേഷന് പ്രത്യേകിച്ച് എന്താ എനിക്ക് ആവശ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇലക്ട്രിക്കൽ കണക്ഷൻ. ഓക്കെ ഓക്കെ. പിന്നെ ഒരു എക്സ്ട്രാ പവർ പോയിന്റ് ആവശ്യം ഉണ്ടായിരുന്നു, അത് മാത്രം ആഡ് ചെയ്തു. ആർക്കെങ്കിലും ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് മേടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലോ ഒരു സംശയം ഉണ്ടാവുമല്ലോ ആദ്യം. എല്ലാവർക്കും അത് തന്നെയാണ് പ്രശ്നം. അതെ, ഇത്രയും വില കൊടുത്തത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വെർത്താണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. സോ ഇത് വെർത്ത് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ മേടിക്കുമ്പോൾ ഇതേപോലെ നല്ല ക്വാളിറ്റി മേടിക്കണം. അല്ല ചൈനീസ് സാധനം മേടിച്ചു വെച്ചിട്ട് സാധനം എടുത്ത് കളയുന്നതിനേക്കാളും നല്ലത് പൈസ കൊടുത്ത് നല്ല സാധനം മേടിക്കുക. അപ്പൊ ഇതുപോലെയുള്ള ചൈനീസ് പ്രൊഡക്റ്റുകൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ അവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാളിറ്റിയുള്ള വ്യത്യാസം എന്ന് പറയുന്നു. ജപ്പാനീസ് മോഡലാണ്, അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം അല്ലേ? ചൈനീസ് പ്രൊഡക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം. കാരണം നമ്മൾ ഈ ചൈനീസ് പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാല് ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ഇത് വീണ്ടും എടുത്ത് മെയിൻ്റെനൻസ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ ബുദ്ധിമുട്ടാണ്. ഇതിന് വാറണ്ടി കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? വാറണ്ടി ഉണ്ട്. എത്ര വർഷം ഉണ്ട്? 1 year വാറണ്ടിയാണ് മെക്കാനിസത്തിന്. ഒരു പ്രാവശ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പ്ലംബറെ വിളിച്ചു കഴിഞ്ഞാല് അവരിത് അധികം റിപ്പയർ ചെയ്യാനും നിൽക്കില്ല. അവരെടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് പുതിയ സാധനം മേടിച്ചു വെക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഹാൻഡ്ലിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിലധികം അവര് കൈവച്ചിട്ട് റിപ്പയർ ചെയ്യാൻ എടുത്താണെന്ന്. ഇപ്പൊ നമ്മളൊരു ചൈനീസ് സാധനം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാല് എടുത്ത് കളഞ്ഞിട്ട് വേറെ പറ്റുള്ളൂ. ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയോ? ഇല്ല, ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അല്ല, ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ചീഫ് ഗസ്റ്റിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നുള്ളൂ അല്ലേ? കാരണം ഇങ്ങനെ ഒരു സംഭവം ഉദ്ഘാടനം ചെയ്യാനും ആൾക്കാർ ടോയ്ലറ്റ് ഉദ്ഘാടനത്തില്ല മന്ത്രിമാരെ വിളിക്കാൻ പറ്റുമോ? അതുപോലെ ചീഫ് ഗസ്റ്റിനെ വിളിച്ച് തന്നെ ചെയ്യേണ്ടി വരും. വീട്ടിലുള്ള ബാക്കി ആൾക്കാരെല്ലാം എന്ത് പറയുന്നു? ആൾക്കാർക്ക് എന്താ പറഞ്ഞ അവര് ഇത് പെട്ടെന്ന് കാണുമ്പോ പ്രത്യേകിച്ച് ലേഡീസിന് കുറച്ച് അവർക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഇത്രയും കൺട്രോൾ പാനലൊക്കെ കാണുമ്പോ അവർക്ക് കുറച്ചൊരു ടെൻഷൻ ആവും. പക്ഷെ എനിക്ക് തോന്നുന്നു അവര് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. സ്റ്റാർട്ടിംഗ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ തന്നെ അവർക്ക് കുറച്ച് റിലീവായി. ആദ്യം ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ മാറി. അപ്പം ഒരു പുതിയ ടോയ്ലറ്റ്, ഹൈടെക് ടോയ്ലറ്റ് പരിചയപ്പെടുത്തിയതിന് വളരെ നന്ദി. നമുക്കിത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. ഈ ഹൈടെക് ടോയ്ലറ്റും ഈ വീഡിയോയും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലും വീഡിയോയും എല്ലാം കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക.